അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി അൽഫായിസീന ബിറിദല്ലാഹി അമ്മാ ബഅദ്. പ്രിയമുള്ളവരെ, 24/5/2024 വകാനൂ ലനാ ആബിദീൻ എന്ന ശീർഷകത്തിൽ UAE ഔഖാഫ് പ്രസിദ്ധം ചെയ്ത ജുമാ ഖുത്ബയുടെ മലയാള സാരാംശം ഇവിടെ പറയുകയാണ്. നാം അള്ളാഹുവിൻ്റെ വിനയമുള്ള ദാസന്മാരാണ്. നാം അവന് അടിമപ്പെട്ട് ജീവിക്കാൻ ബാധ്യസ്ഥരാണ്. അള്ളാഹുവിന് നാം വഴിപ്പെട്ട് ജീവിക്കുന്നത് കൊണ്ടിട്ട് നമുക്ക് ഇഹത്തിലും പരത്തിലും രക്ഷയുണ്ടാകും. സ്വർഗം അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പ്രതിഫലമായി നൽകുകയും ചെയ്യും. തിൽക്കൽ ജന്നത്തുല്ലത്തി നൂരിസു മിൻ ഇബാദിന മൻ കാന തഖിയ. ഖുർആൻ പറയുന്നത് അങ്ങനെയാണ്. സ്വർഗം അനന്തരം എടുക്കുന്നത് നമ്മെ സൂക്ഷിച്ച് ജീവിക്കുന്ന നമ്മുടെ അടിമകൾക്കുള്ളതാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല ആ അടിമത്വം നാം പ്രകടിപ്പിക്കാൻ വേണ്ടി ഇഖ്ലാസോടുകൂടെ ഇബാദത്തെടുക്കാൻ വേണ്ടി നമ്മളോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. നാം ഇബാദത്തുകൾ നിർവഹിക്കുമ്പോൾ അതുകൊണ്ടുള്ള ലക്ഷ്യം അള്ളാഹുവിൻ്റെ തൃപ്തിയാകണം. അവൻ ചെയ്തു തന്ന അനുഗ്രഹങ്ങൾക്ക് നന്ദി പ്രകടിപ്പിക്കലാകണം. നാം ആ രൂപത്തിൽ ചിന്തിക്കുമ്പോൾ നമ്മുടെ മനസ്സിന് എന്തെന്നില്ലാത്ത അനുഭൂതിയും ഹൃദയത്തിന് സമാധാനവും ഉണ്ടാകും. ആ അടിമത്വം നാം നമ്മുടെ നാവിലൂടെ എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുകയും ചെയ്യും. ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ. അല്ലാഹുവേ, നിനക്ക് മാത്രം ഞങ്ങൾ വഴിപ്പെടുന്നു, നിന്നോട് മാത്രം ഞങ്ങൾ സഹായം തേടുന്നു. എല്ലാ സൃഷ്ടിചരാചരങ്ങളും അങ്ങനെയാണ്. അവരൊക്കെ അള്ളാഹുവിൻ്റെ അടിമത്വം അംഗീകരിക്കുന്നവരാണ്. ഇൻ കുല്ലു മൻ ഫിസ് സമാവാതി വൽ അർളി ഇല്ലാ ആതുർ റഹ്മാനി അബ്ദാ. കാരുണ്യവാനായ തമ്പുരാന് അടിമത്വം അംഗീകരിക്കുന്നവരാണ് ആകാശഭൂമികളിലുള്ള മുഴുവൻ സൃഷ്ടിചരാചരങ്ങളും. ആ അടിമത്വം നമുക്ക് അംഗീകാരമാണ്, നമുക്ക് അത് പദവിയാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഏറ്റവും പ്രധാനപ്പെട്ട മുഹൂർത്തത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സംബോധന ചെയ്തത് സുബ്ഹാനല്ലദീ അസ്റാ ബി അബ്ദിഹി എന്ന അടിമ എന്ന ആ പ്രയോഗം കൊണ്ടിട്ടാണ്. എത്ര സ്ഥലങ്ങളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല മുഅ്മിനീങ്ങളെ ആ പ്രയോഗത്തിലൂടെ വിളിക്കുന്നുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ചെയ്തു തന്ന കാരുണ്യത്തെ ഓർമ്മപ്പെടുത്തുകയാണ് അത്. ഖുൽ യാ ഇബാദിയല്ലദീന അസ്റഫു അലാ അൻഫുസിഹിം ലാ തഖ്നതു മിർ റഹ്മത്തില്ലാഹ് ഇന്നല്ലാഹ യഗ്ഫിറു ദുനൂബ ജമീഅൻ ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. ഓ എൻ്റെ ദാസന്മാരെ, നിങ്ങൾ നിങ്ങളുടെ ശരീരത്തോട് അവർ അതിക്രമം കാണിച്ചിട്ടുണ്ടെങ്കിലും അള്ളാഹുവിൻ്റെ കാരുണ്യത്തെ തൊട്ട് നിങ്ങൾ നിരാശരാവരുത്. നിശ്ചയം അള്ളാഹു സുബ്ഹാനഹു വ തആല ദോഷങ്ങൾ പൊറുത്തു തരുന്നവനാണ്. അവൻ ഗഫൂറും കരുണാവാരിധിയുമാണ്. നാം എന്താണ് അള്ളാഹുവിൻ്റെ അടിമത്വം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? അള്ളാഹു സുബ്ഹാനഹു വ തആല ആ അടിമത്വം നാം അംഗീകരിക്കുന്നതോടൊപ്പം നമ്മുടെ സ്വഭാവങ്ങളൊക്കെ ഏറ്റവും നല്ല സ്വഭാവങ്ങളായി തീരും. ഖുർആൻ അവരെ പറ്റിയാണ് പറയുന്നത്. അള്ളാഹുവിൻ്റെ വിനയമുള്ള ദാസന്മാർ വഇബാദുർ റഹ്മാനില്ലദീന യംശൂന അലൽ അർളി ഹൗന. അവർ ഭൂമിയിലൂടെ വളരെ താഴ്മയോടുകൂടി നടക്കുന്നവരാണ്. നമ്മുടെ സ്വഭാവം അത് നന്നാക്കും. നമ്മുടെ പെരുമാറ്റങ്ങളെ ഏറ്റവും മെച്ചപ്പെടുത്തും. നമ്മുടെ മനസ്സുകൾക്ക് സമാധാനവും ശാന്തിയും ലഭിക്കും. അതാണ് നാം അള്ളാഹുവിന് വഴിപ്പെടുന്നത് കൊണ്ട് കിട്ടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രതിഫലം. നാം അള്ളാഹുവിൻ്റെ ദാസന്മാരാകുക എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അള്ളാഹുവിൻ്റെ എല്ലാ കാര്യങ്ങളോടും നമുക്ക് ബഹുമാനവും ആദരവും ഉണ്ടാകുക. അള്ളാഹു സുബ്ഹാനഹു വ തആല തൃപ്തിപ്പെടുന്നത് മാത്രം പറയുക, പ്രവർത്തിക്കുക. മുഴുവൻ സൃഷ്ടിചരാചരങ്ങൾക്കും നന്മ ചെയ്യുക. അത് കഴിഞ്ഞുപോയ എല്ലാ മതങ്ങളും അത് പറഞ്ഞതും പ്രഖ്യാപിച്ചതുമാണ്. വഔഹൈനാ ഇലൈഹിം ഫിഅലൽ ഖൈറാത്തി വഇഖാമസ് സ്വലാത്തി വഇതാഅസ് സകാത്തി വകാനൂ ലനാ ആബിദീൻ. ഖുർആൻ അവരെ പറ്റി പറയുന്നത് നാം കഴിഞ്ഞുപോയ സമൂഹത്തിലേക്കൊക്കെ വഹിയറിയിച്ചിട്ടുണ്ട്. നന്മകൾ പ്രവർത്തിക്കാനും നിസ്കാരം നിലനിർത്താനും സക്കാത്ത് കൊടുത്തുവിട്ടാനും. അവരൊക്കെ നമ്മുടെ അടിമകളാണ്. അടിമത്വം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അള്ളാഹുവിന് നാം വഴിപ്പെടുക എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് നിസ്കാരങ്ങളും നോമ്പുകളും മാത്രമല്ല, നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളും ഇബാദത്തായി ആരാധനയായി നമുക്ക് മാറ്റിയെടുക്കാൻ സാധിക്കും.
നാം നമ്മുടെ ഉദ്ദേശം നന്നാക്കുമ്പോൾ ആകാശഭൂമികളെ അല്ലാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിച്ചതിൽ ചിന്തിക്കൽ പ്രധാനപ്പെട്ട ഇബാദത്താണ്. അതിൽ ചിന്തിക്കാൻ ഖുർആൻ തന്നെ നമ്മളോട് പറയുന്നുണ്ട്. വൽ അർള മദദ്നാഹാ വഅൽഖീനാ ഫീഹാ റവാസിയ വഅംബത്നാ ഫീഹാ മിൻ കുല്ലി സൗജിൻ ബഹീജ് തബ്സിറതൻ വദിക്റാ ലികുല്ലി അബ്ദിൻ മുനീബ്. ഭൂമിയെ നാം നീട്ടി അതിനെ വിശാലമാക്കി തന്നു. അതിൽ പർവ്വതങ്ങളെ നാം സ്ഥാപിച്ചു. സസ്യലതാദികളെ മുളപ്പിച്ച് ഇണകളാക്കി വളരെ കൗതുകമുള്ള രൂപത്തിൽ ഭൂമിയെ അവൻ നമുക്ക് സംവിധാനിച്ചു തന്നു. ഇതൊക്കെ ചിന്തിക്കുന്നവർക്ക്, അള്ളാഹുലേക്ക് പാശ്ചാത്തപിച്ച് മടങ്ങുന്ന അവൻ്റെ ദാസന്മാർക്ക് ദൃഷ്ടാന്തങ്ങളാണ്. നമ്മുടെ കുടുംബത്തെ നാം പരിപാലിക്കുന്നു, അവർക്ക് വേണ്ടി നാം ചിലവഴിക്കുന്നു. അതൊക്കെ അള്ളാഹുവിൻ്റെ അടുക്കൽ വലിയ പ്രതിഫലമുള്ള ഇബാദത്തുകളാണ്. അജ്റൻ ലല്ലദീ അൻഫഖ്തഹു അലാ അഹ്ലിക്, നീ നിന്റെ കുടുംബത്തിൻ്റെ മേൽ ചെലവഴിക്കുന്നതിനാണ് ഏറ്റവും വലിയ പ്രതിഫലം എന്ന് അവിടുന്ന് നമ്മെ പഠിപ്പിക്കുകയാണ്. നാം അറിവ് സമ്പാദിക്കുകയാണ്. അറിവ് സമ്പാദിക്കുന്ന വഴിയിൽ ഒരാൾ പ്രവേശിച്ചാൽ സ്വർഗത്തിൽ കടക്കാൻ അയാൾക്ക് ഏറ്റവും നല്ല വഴി അതാണ് എന്ന് തിരുനബി നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. മൻ സലക ത്വരീഖൻ യൽതമിസു ഫീഹി ഇൽമൻ സഹലല്ലാഹു ലഹു ബിഹി ത്വരീഖൻ ഇലൽ ജന്ന. വിജ്ഞാന സമ്പാദന വഴിയിൽ ഒരാൾ പ്രവേശിച്ചാൽ അല്ലാഹു തആല അയാൾക്ക് സ്വർഗത്തിലേക്കുള്ള വഴി എളുപ്പമാക്കി എന്നാണ് അവിടുന്ന് നമ്മളോട് പറയുന്നത്. ജനങ്ങളോട് നന്നായി പെരുമാറുക, ഏറ്റവും നല്ല സ്വഭാവക്കാരനാകുക, അവർക്കിടയിൽ അവരുടെ മതത്തിൻ്റെയോ ഭാഷയുടെയോ വേഷത്തിൻ്റെയോ അവരുടെ ആശയങ്ങളുടെയോ വിവേചനം കാണിക്കാതെ എല്ലാവർക്കും നന്മ ചെയ്യൽ, അത് അല്ലാഹുവിൻ്റെ അടുക്കൽ ഏറ്റവും ഉയർന്ന പദവി ലഭിക്കാൻ നബിമാരുടെ കൂടെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂടാൻ കാരണമാകുമെന്ന് അന്ത്യപ്രവാചകർ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മളോട് പറയുന്നുണ്ട്. ഇന്ന മിൻ അഹബ്ബിക്കും ഇലയ്യ വഅഖറബുക്കും മിന്നി മജ്ലിസൻ യൗമൽ ഖിയാമത്തി അഹാസിനുക്കും അഖ്ലാഖ. നിശ്ചയിക്കാൻ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണമേ എന്ന് റബ്ബിനോട് നമുക്ക് പ്രാർത്ഥിക്കാം. നാം രാജ്യത്തെ സ്നേഹിക്കൽ, രാജ്യത്തിനു വേണ്ടി സേവനം ചെയ്യൽ, അതൊക്കെ ഇബാദത്തിൽ പെടും. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് അത് ആവശ്യപ്പെട്ടതാണ്. ഹുവ അൻശഅകും മിനൽ അർളി വസ്തഅമറകും ഫിഹാ. ഭൂമിയിൽ നിന്ന് അവൻ നിങ്ങളെ സൃഷ്ടിച്ചു, ആ ഭൂമിയുടെ പരിപാലകരാക്കി അവൻ നിങ്ങളെ നിശ്ചയിക്കുകയും ചെയ്തു. ഒരു മനുഷ്യൻ അള്ളാഹുവിൻ്റെ ആ തൃപ്തി ആഗ്രഹിക്കുന്നുവെങ്കിൽ രാജ്യത്തിനു വേണ്ടി അവൻ ത്യാഗം ചെയ്യൽ അവൻ്റെ ബാധ്യതയാണ്. അവൻ ഒരു ജോലി നിർവഹിക്കുന്നവനാണ്. ആ ജോലി ഉത്തരവാദിത്വത്തോടുകൂടി കൃത്യതയോടുകൂടി നിർവഹിക്കൽ അവൻ്റെ കടമയാണ്. അപ്പോഴാണ് അവൻ അള്ളാഹുവും റസൂലും ഇഷ്ടപ്പെട്ടവരാകുക. ഹദീസിൽ അവിടുന്ന് പറഞ്ഞു, ഇന്നല്ലാഹ യുഹിബ്ബു ഇദാ അമില അഹദുക്കും അമലൻ അൻ യുത്ഖിന. നിശ്ചയം അല്ലാഹു സുബ്ഹാനഹു വ തആല ഇഷ്ടപ്പെടുന്നുണ്ട് നിങ്ങളിൽ ഒരാൾ ഒരു ജോലി ചെയ്താൽ അത് ഏറ്റവും ഭംഗിയായി ചെയ്യുക എന്നത്. നമുക്കൊക്കെ ഓരോരോ ഉത്തരവാദിത്വമുണ്ട്. ആ ഉത്തരവാദിത്വം ഏറ്റെടുത്തവരൊക്കെ അത് ഏറ്റവും നന്നായി ചെയ്യണം. അപ്പോൾ അവന് റബ്ബിൻ്റെ അടുക്കൽ ഇഷ്ടപ്പെട്ടവനാകും. അവൻ ഏതു മേഖലയിൽ എന്ത് ജോലി ചെയ്യുന്നവനാവട്ടെ അതൊക്കെ അള്ളാഹുവിൻ്റെ മാർഗത്തിലായി അവൻ്റെ ഉദ്ദേശം കൊണ്ട് അവന് നിർവഹിക്കാൻ സാധിക്കും. ഒരു ആരോഗ്യ ദൃഢഗാത്രനായ ഒരു വ്യക്തി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുത്തുകൂടി നടന്നു പോകുന്നത് സ്വഹാബത്ത് കണ്ടു. അദ്ദേഹത്തിൻ്റെ ഉണർവും ഉന്മേഷവുമൊക്കെ സ്വഹാബത്തിനെ അത്ഭുതപ്പെടുത്തിയപ്പോൾ അവർ പറഞ്ഞു, യാ റസൂലല്ലാഹ് ലൗ കാന ഹാദാ ഫീ സബീലില്ലാഹ്. ഇദ്ദേഹത്തിൻ്റെ സേവനം അള്ളാഹുവിൻ്റെ മാർഗത്തിലായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു എന്ന്. ഇത് കേട്ട നബിതങ്ങൾ പറഞ്ഞു, ഇൻകാന ഖറജ യസ്ആ അലാ വുൽദിഹി സിഗാറൻ. അദ്ദേഹം ഈ ഇറങ്ങിപ്പുറപ്പെട്ടത് അദ്ദേഹത്തിൻ്റെ ചെറിയ മക്കൾക്ക് വേണ്ടിയിട്ടാണെങ്കിൽ ഫഹുവ ഫീ സബീലില്ലാഹ്, അവൻ അള്ളാഹുവിൻ്റെ മാർഗത്തിലാണ്. വൈൻകാന ഖറജ യസ്ആ അലാ അബവൈനി ശൈഖൈനി കബീറൈനി. ഇനി അവൻ്റെ പ്രായം ചെന്ന മാതാപിതാക്കളുടെ കാര്യത്തിന് വേണ്ടിയിട്ടാണോ ഇറങ്ങിപ്പുറപ്പെടുന്നത് എങ്കിൽ ഫഹുവ ഫീ സബീലില്ലാഹ്, അപ്പോഴും അവൻ അള്ളാഹുവിൻ്റെ മാർഗത്തിലാണ്. വൈൻകാന യസ്ആ അലാ നഫ്സിഹി യുഇഫുഹാ. ഇനി അവൻ്റെ സ്വന്തം ആവശ്യത്തിന് വേണ്ടി അവൻ ഇറങ്ങിപ്പുറപ്പെട്ടവനാണോ ഫഹുവ ഫീ സബീലില്ലാഹ്, അവനും അള്ളാഹുവിൻ്റെ മാർഗത്തിലാണ് എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സഹാബത്തിന് പറഞ്ഞു കൊടുത്തു, നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളും നമ്മുടെ ഉദ്ദേശം നന്നാക്കുമ്പോൾ അത് അള്ളാഹുവിൻ്റെ മാർഗത്തിലാകും. നാം ഒരു ജോലി ചെയ്യുമ്പോൾ അതിൻ്റെ സമയനിഷ്ഠ പാലിച്ചുകൊണ്ട്
ആ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് ചെയ്യുമ്പോൾ നമുക്ക് റബ്ബിൻ്റെ തൃപ്തി ലഭിക്കും. നാം സമൂഹത്തിന് സേവനം ചെയ്യുന്നവരാകും. അള്ളാഹുവിൻ്റെ വിനയമുള്ള ദാസന്മാരായിത്തീരും. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.